Hi friends, welcome to VVS World. VVS Worldന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈവൻ 1 രൂപയ്ക്ക് പോലും സ്വർണം മേടിക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 1 രൂപയ്ക്ക് സ്വർണം മേടിക്കുന്നത്? നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്കിതിൽ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഗൂഗിൾ പേ. ഗൂഗിൾ പേയിൽ എനിക്ക് തോന്നുന്നു കുറേ ആളുകളൊക്കെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നൊരു ഓപ്ഷൻ കൂടിയായിരിക്കും ഗോൾഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ പേയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പുതുതായിട്ടൊന്നുമല്ല, കുറച്ച് കാലമായി. പക്ഷേ ഞാൻ ഇപ്പോൾ അത് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പം കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പലർക്കും നമുക്ക് കല്യാണത്തിൽ പങ്കെടുക്കാനോ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാനോ പറ്റുന്നില്ല. സോ നമുക്കതെല്ലാം ഈ ഒരു ഓൺലൈൻ പർച്ചേസിങ്ങിലൂടെ ഗോൾഡ് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സേഫായിട്ട് കേരളത്തിൽ ഇപ്പം ഒത്തിരി ആളുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നൊരു ഓപ്ഷനാണ് ഗോൾഡ് എന്നുള്ളത്. ഗോൾഡിനിപ്പം ഒത്തിരി ഇപ്പോൾ ക്യാഷ് എന്താ പറയുക ഹൈ റേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക പേഴ്സണലി ഒരു ഗോൾഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ മേടിച്ച് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് റിസ്ക്കാണ്. അപ്പം ഓൺലൈൻ ഗോൾഡ് പർച്ചേസിങ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിന് നമ്മൾ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേയിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ MMTC, അതായത് മെറ്റൽ ആൻഡ് മിനറൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ പാം ഗ്രൂപ്പും ചേർന്നാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആക്കി തന്നുള്ളത്. ഇത് പുതിയൊരു ഓപ്ഷനൊന്നും അല്ല കേട്ടോ. ഇത് എന്താ പറയുക ഗൂഗിൾ പേയിൽ മാത്രമല്ല, ഫോൺ പേയിലും അതുപോലെ തന്നെ പേടിഎമ്മിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 24/7 24 മണിക്കൂർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വർണം ബൈ ചെയ്യാനും വിൽക്കാനും ഉള്ളൊരു ഓപ്ഷൻ കൂടി, ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിൽ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് 1 രൂപയ്ക്ക് പോലും നമുക്ക് സ്വർണം മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്നത് 24 ക്യാരറ്റ് സ്വർണ്ണമായിരിക്കും നമ്മൾ മേടിക്കുന്നത്. 24 ആണ് വരുന്നത്. ഓക്കെ, അതും ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മേടിക്കുന്ന ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വർണം ഇൻഷുർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് കാര്യങ്ങൾ കുറവാണ്. ഓക്കെ, നമ്മൾ മേടിക്കുന്ന സംഭവങ്ങൾ ഇൻഷുർഡ് ആണ്. ഈവൻ ഇപ്പം നമ്മളൊരു സ്വർണം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബൈയുടെ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 to 7 മിനിറ്റ്സിനകത്ത് ആ പ്രൈസ് നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നമ്മളത് പർച്ചേസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 ഗ്രാം ആയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ ഗോൾഡിനെ നമുക്ക് എന്താ പറയുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് കയ്യിലോട്ട് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കത് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. നമുക്ക് മിനിമം 1 ഗ്രാം ആയിക്കഴിഞ്ഞാൽ നമുക്കത് സ്വർണ്ണമായിട്ട് കയ്യിലോട്ട് മേടിക്കാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റായുടെയും ഐഡിയും താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? വാ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്പിൽ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് താഴെയായിട്ട് ബിസിനസ് ആൻഡ് ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പം ഇതിൽ നോർമലി ഈ ഒരു രീതിയിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ഷോ മോർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകളുടെ ഇവിടെ തന്നെ ഗോൾഡ് ലോക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇപ്പോൾ എൻ്റെ ഇതിൽ ഇവിടെ താഴെ കാണുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ചിലവരുതാണെങ്കിൽ ഇവിടെ താഴെയായിട്ട് വരും ഗോൾഡ് ലോക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഇതിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടല്ലോ ബിസിനസ് ആൻഡ് ബിൽസ് എന്നുള്ളതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വലത്ത് ഭാഗത്തായിട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വിൻഡോ ഓപ്പൺ ആവും. വിൻഡോ ഓപ്പൺ ആകുമ്പം അതിൽ പോപ്പുലറിൽ താഴെയായിട്ട് കാണാൻ സാധിക്കും ഗോൾഡ് ലോക്കർ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗോൾഡ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു വിൻഡോയിലോട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പം കണ്ടല്ലോ ഇവിടെ ഞാൻ മേളിൽ 0 ആണ്, അതായത് ഞാനിപ്പം കറൻ്റ്ലി ഗോൾഡൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ താഴെ കണ്ടല്ലോ നമുക്ക് ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം, ഡെലിവറി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നിശ്ചിത ഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കയറിയും ഗിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും ഓപ്ഷൻസ് നമുക്ക് വരും. ഞാൻ തൽക്കാലം ഇപ്പം നിങ്ങൾക്ക് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ബൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണ്. ബൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം എത്ര രൂപയ്ക്കാണോ നമുക്ക് മേടിക്കേണ്ടത് സ്വർണം പർച്ചേസ് ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 രൂപയ്ക്ക് പോലും പർച്ചേസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു 10 രൂപയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, നമ്മൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടല്ലോ മേളിൽ 24 ക്യാരറ്റ് ഗോൾഡാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ എത്രയാണ് ഗ്രാം എന്നുള്ളത് നമുക്ക് ഇവിടെ ആ 10ൻ്റെ താഴെ തന്നെ കാണാം. നമുക്ക് 10 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.8 മില്ലിഗ്രാം, ഗ്രാം അല്ല 1.8 മില്ലിഗ്രാം ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ബൈയും പ്രൈസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ബൈയും പ്രൈസ് എന്ന് പറഞ്ഞത് 1 മില്ലിഗ്രാമിന് 5.44, അതാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അതായത് ഇൻക്ലൂഡ്സ് ഓൾ ടാക്സ് ആൻഡ് GST. ഓക്കെ, ഇൻക്ലൂഡിങ് ടാക്സ് ആൻഡ് GST അടക്കമുള്ള പ്രൈസാണ് ഇത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 10,000 ആക്കുകയാണെങ്കിൽ കണ്ടല്ലോ ഞാൻ മേടിക്കുന്നത് 1839.6 മില്ലിഗ്രാം ഗോൾഡ് എനിക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ അത്ര ക്യാഷ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 10 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ മേളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ MMTC ആൻഡ് പാം ഗ്രൂപ്പിൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ഉണ്ടായിരിക്കും. ഞാനിപ്പം തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ 10 രൂപയ്ക്കാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് കണ്ടല്ലോ, ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡിൻ്റെ പർച്ചേസിങ്ങിൻ്റെ ഇതിൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പ്രൊസീഡ് ടു പേ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നതിന് നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കണ്ടല്ലോ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ പാസ്കോഡ് എൻ്റർ ചെയ്യാനുള്ളത് വരും. ഞാനത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനത് കൊടുക്കുകയാണ്. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പം നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ്, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാം. കണ്ടല്ലോ, ഇപ്പം ഇതെൻ്റെ അക്കൗണ്ടിൽ കാണിക്കും ഇനി. ഓക്കെ, ഞാനിപ്പം ഇതൊന്ന് ബാക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതിൻ്റെ മെസ്സേജസ് ആണ് വരുന്നത്. ഓക്കെ, ഒന്ന് ബാക്ക് എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ കാണിക്കും. കണ്ടല്ലോ എൻ്റെ അക്കൗണ്ടിലിപ്പം എൻ്റെ ഗോൾഡ് ലോക്കറിലിപ്പം 1.8 മില്ലിഗ്രാമിൻ്റെ സ്വർണം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുക, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇതിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്കിത് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെല്ല് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, അതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പം പർച്ചേസ് ചെയ്തതിൻ്റെ നമുക്ക് ബില്ല് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഈ 10 റുപ്പീസിൻ്റെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വർണം പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടല്ലോ, അതിൻ്റെ റെസിപ്റ്റ് വേണമെങ്കിൽ കണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ റെസിപ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലോട്ടോ മറ്റോ അത് സെൻഡ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് ഈ താഴെ കണ്ട സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ മേടിച്ചത് 1.8 മില്ലിഗ്രാം അല്ലേ, അപ്പോൾ നമ്മൾ 1.8 എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ താഴെ നമുക്ക് ഇത്ര രൂപയാണ് കിട്ടുക. അതായത് 9 രൂപ 20 പൈസയാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മുടെ ടാക്സ് കാര്യങ്ങൾ ഡിറ്റക്റ്റ് ആവും. ഞാൻ പറഞ്ഞിട്ട് സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ലാഭമുള്ളൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ, കാരണം നമുക്ക് പണിക്കൂലി കാര്യങ്ങളൊക്കെ ഇതിൽ ലാഭമാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ടാക്സ് കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് സെല്ല് ചെയ്യുവാണ്. ഓക്കെ, സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്തില്ല 1.8 മില്ലിഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഈ ടിക്ക് മാർക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെല്ല് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോൾഡ് സെല്ല് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ വരുന്നതായിരിക്കും. കണ്ടല്ലോ, സംഭവം സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗോൾഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാത്തിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ശരി, എന്താ പറയുക, കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.